അതെ, സമാധാനത്തോടെ ഇരുന്ന് ഫയല് നോക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടാ. ഇവിടെ നടക്കാൻ പോകുന്നതേ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാ. ബി കെയർഫുൾ. എന്തൊരു ശബ്ദം. ദീപാവലി ദിവസം പോലും ഇയാൾ മനസ്സമാധാനം തരില്ലേ? ഹലോ, നീ എവിടെ? പടക്കം പൊട്ടിച്ച് ദീപാവലി ആഘോഷിച്ചോ? പിന്നെ ഞാൻ എന്ത് വേണം? തലയും കുത്തി നിൽക്കണോ? അത് വേണ്ട, പക്ഷേ തലച്ചോറ് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുന്നേ? നിന്റെ അച്ഛനെ കുറിച്ച്. നിന്റെ അച്ഛനെ ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യും. ചുമ്മാ തമാശ പറയല്ലേ സാറ്. തമാശ പറയുന്ന ശീലം എനിക്കില്ല. നിനക്ക് ഞാൻ ഒരുപാട് സമയം തന്നു. ദീപാവലിക്ക് മുമ്പ് നീ ആ ലോക്കർ എനിക്ക് കൊണ്ടുവന്ന് തരും എന്ന് ഞാൻ കരുതി. പക്ഷേ നീ അവിടെ പടക്കം പൊട്ടിച്ച് ആ ഹിറ്റ്ലറിനൊപ്പം ദീപാവലി ആഘോഷിക്കുന്നു. അപ്പൊ പിന്നെ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി കളി കാണാനുള്ളതാണ്. നിന്റെ അച്ഛന്റെ അറസ്റ്റ്. പോലീസ് നിന്റെ വീടിന്റെ മുറ്റത്തെത്തിക്കഴിഞ്ഞു. അപ്പോ ഗുഡ് ബൈ. ഹലോ,
സുധാകരൻ നായർ നിങ്ങളാണോ? അതെ. എന്താ സാർ? യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? എന്താ എന്താ കാര്യം? എന്ത് തെറ്റ് ചെയ്തിട്ടാ സുധേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? സംഗതി ക്രിമിനൽ കേസാ. ഡീറ്റെയിൽസ് ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. നിങ്ങൾക്ക് ആളെ തെറ്റിയതാ സർ. എന്റെ അച്ഛൻ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല. പ്ലീസ് സർ. കുട്ടി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാ. ഞങ്ങൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. വേറെ വഴിയില്ല. ഒരു പത്രസ്ഥാപനത്തിലെ ജോലി നോക്കുന്ന ആളാ അച്ഛൻ. ആരാ അച്ഛന്റെ പേര് കേസ് കൊടുത്തേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാ ഉത്തരവ്. ഇയാളെ പിടിച്ച് വണ്ടി കയറ്റി. ഓക്കെ സാർ. നടക്ക്. സുധേട്ടാ, അച്ഛൻ, അച്ഛനെ. അയ്യോ അയ്യോ സാറേ. അമ്മേ, അച്ഛൻ. അച്ഛൻ. ഹലോ ജ്യോതി, ദീപാവലിയൊക്കെ ഹാപ്പി ആയില്ലേ? ദേ, ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നിങ്ങൾ അയച്ച പോലീസിനെ ഇപ്പൊ തിരിച്ചു വിളിക്കണം. അതിന് സാധ്യമല്ല. അവർ നിന്റെ അച്ഛനെയും കൊണ്ട് പോയി കഴിഞ്ഞു. നീ വിളിച്ച് അന്വേഷിച്ചില്ലേ നിന്റെ അച്ഛൻ എന്തു പറ്റിയെന്ന്? ഇതുവരെ നിങ്ങളോട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു. തന്റെ പോലീസ് എന്റെ അച്ഛന്റെ ദേഹത്തെങ്ങാനും കൈ വച്ച പിന്നെ താൻ വിവരം അറിയും. അതിനി താൻ എത്ര വലിയ CBI ആയാലും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിലെ ഞാനൊരു ലൈവ് അങ്ങ് പോവും. എന്നിട്ട് സത്യം മുഴുവൻ ഞാനങ്ങ് വിളിച്ചു പറയും. ഓ, എന്നിട്ട് തന്റെ CBI കുപ്പായ മൂരി 4 മടക്കി സ്വന്തം വീട്ടിൽ വെക്കേണ്ടി വരും. എന്റെ അച്ഛനൊരു പോറല് പോലും ഏൽക്കരുത്. മനസ്സിലായോ? ഈശ്വര, എന്റെ അച്ഛനെ രക്ഷിക്കാൻ എന്താ ഒരു വഴി? എടി, വിളിക്ക്, ജ്യോതിയെ വിളിക്ക്. അച്ഛൻ അവരെന്തെങ്കിലും ചെയ്യും. അവളെ വിളിച്ച് പറ. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ. കണ്ണ, എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ചെകുത്താനും കടലിനും നടുവിലാണല്ലോ ഞാൻ. എന്റെ അച്ഛനെ പോലീസുകാരെ ദ്രോഹിക്കാതെ കാത്തോണേ കണ്ണ. ആ CBI ഇത്ര മനസാക്ഷി ഇല്ലാത്ത ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രിയമോളെ, ജ്യോതി മോളെ, മമ്മി, അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഞാൻ അറിഞ്ഞു. കരയല്ലേ മമ്മി, നമുക്ക് വഴിയുണ്ടാക്കാം. ആണോ? നീ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ ഫോൺ ചെയ്തോ മോളെ? മോളെ, DKയോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യും മോളെ.
അമ്മ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അച്ഛനൊന്നും സംഭവിക്കില്ല. ഒരു പോരല് പോലും ഏൽക്കാതെ അച്ഛനെ ഞാൻ പുറത്തു കൊണ്ടുവരും. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഇതാമ്മേ. ഹലോ ചേച്ചി, അച്ഛനെ രക്ഷിക്ക് ചേച്ചി. മോളെ കരയില്ലേ, അച്ഛനൊന്നും വരില്ല. നമ്മുടെ അച്ഛനെ ഞാൻ രക്ഷിക്കും. നീ കരയില്ലേ? ഇവള് ഫോൺ ചെക്ക് ചെയ്യാണല്ലോ. സൂര്യ, എന്താ നീ കാണിക്കുന്നത്? നീ എന്താ എന്റെ ഫോൺ എടുത്തത്? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ആരുടെ മെസ്സേജ് ഇതിലുള്ളത്? ആർക്കാ നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് മോതിരം കൊടുത്തത്? സൂര്യ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതേതാ നമ്പർ തെറ്റി വന്ന മെസ്സേജാ. അതിനെന്താ, ഞാൻ ആർക്കും ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല. ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സൂര്യ? ചതിക്കും. നിങ്ങളുടെ തനി നിറം എനിക്ക് മനസ്സിലായി. ഇവളെ കെട്ടാൻ വേണ്ടിയാണോ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്? പറയാൻ ഭാര്യ എത്ര നന്നായി സ്നേഹിച്ചാലും മറ്റൊരു പെണ്ണിന്റെ സ്നേഹവും ശരീരവും കിട്ടാൻ കൊതിക്കുന്ന മനസ്സാ ചില ആണുങ്ങളുടേത്. അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തവനാ നിങ്ങൾ. എനിക്കിപ്പോ മനസ്സിലായി. സൂര്യ, വെറുതെ നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. നിനക്ക് വിശ്വാസമില്ലേ മോളെ? വിട്. അഭിനയം മതി. നിങ്ങളെ കുറിച്ച് കല്യാണത്തിന് മുൻപ് ചില കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഡീക്ക് എന്ന വലിയ മനുഷ്യൻ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അദ്ദേഹം കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ല, അതിനിപ്പോ എന്ത് പറ്റി? നിന്നെ ഞാൻ ജീവനൊല്ലി സ്നേഹിക്കുന്നില്ലേ? നോ. അങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു. ഒരു വർഷം തികഞ്ഞില്ല, അതിനു മുൻപ് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ? ഏതാ ആ പെൺകുട്ടി പ്രിയ? പഞ്ചാര വാക്ക് പറഞ്ഞ് നീ അവളെ മയക്കിയോ? അതോ അവള് നിന്നെ വലവീശി പിടിച്ചതോ? സൂര്യ, നീ കരുതുന്നവരൊന്നും സംഭവിച്ചിട്ടില്ല. എന്നെ നിനക്കറിയില്ലേ? നിങ്ങളെ എനിക്കെന്നല്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ബുദ്ധിമാനാ നിങ്ങള്. ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ആരുമല്ല. നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കണം. അതിനു വേണ്ടി മനഃപൂർവ്വം തന്നെയാ ആ ഡിവോഴ്സ് പേപ്പർ എന്റെ മുന്നിൽ എത്തിച്ചത്. പക്ഷെ നിനക്കറിയാത്തൊരു കാര്യമുണ്ട് അവിനാശ്. ഡീക്കെ എന്ന വലിയ മനുഷ്യൻ എന്റെ അച്ഛനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യനാ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കരയേണ്ടി വരില്ലെന്ന് എന്റെ അച്ഛന് വാക്ക് കൊടുത്തിട്ടാ അദ്ദേഹം ഈ കല്യാണം നടത്തിയത്. ഇന്നെന്റെ അച്ഛനില്ല, പക്ഷെ ഡീക്കെ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഡീക്കെ. ഇതെല്ലാം ഞാൻ ഡീക്കെയോട് തുറന്നു പറയാൻ പോവാ. സൂര്യ, നിക്ക്.
ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. വെറുതെ എന്നെ സംശയിക്കരുത്. ഇത് വെറും സംശയമല്ല, കുറച്ച് നാളായി ഞാൻ നിങ്ങളുടെ മാറ്റം ശ്രദ്ധിക്കുന്നതാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കൂടെ കിടക്കുന്ന ഭർത്താവിന്റെ മനസ്സൊന്ന് പതറിയാ, മുഖത്ത് സന്തോഷം ഒന്ന് കുറഞ്ഞ, അവന്റെ ഉള്ളിലെ സങ്കടം ആദ്യം തിരിച്ചറിയുന്നത് അവന്റെ ഭാര്യ. പക്ഷെ ഭാര്യയുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഭർത്താക്കന്മാരായിരിക്കും. നിങ്ങൾ അതുപോലെ ആയിരിക്കില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ കള്ളത്തരങ്ങളുടെ കൊട്ടാരം കെട്ടി നീ എന്നെ ചതിച്ചു. പ്രിയക്ക് നീ അയച്ച എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു. ഞാൻ തീരുമാനിച്ചു, എല്ലാം ഞാൻ DKയോട് പറയും. ഈ മൊബൈലും ആ ഡിവോഴ്സ് പേപ്പറും എല്ലാം ഞാൻ DKയോട് പറയും. സൂര്യ, സൂര്യ നിൽക്ക്. സൂര്യ, നീ ഇത് കണ്ടിട്ട് പോ. ഇതൊക്കെ നീ DKയോട് ചെന്ന് പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നിന്നെ ചതിച്ചവനായിട്ട് എനിക്കിനി ജീവിക്കണ്ട. നീ DKയുടെ അടുത്തെത്തുന്നതിന് മുൻപ് ഞാൻ ഇവിടുന്ന് ചാടി മരിക്കും. ഉറപ്പാ. വേണ്ട അവിനാഷ്, ഒന്ന് ചെയ്യരുത് പ്ലീസ്. അവിനാഷ്, 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 നീ ഒന്ന് ചെയ്യരുത്. പ്ലീസ്.